പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എന്തിനു വേണ്ടിയാണ്? അവനിൽ വിശ്വസിക്കുന്ന യാതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അവനിൽ വിശ്വസിക്കുന്നവരാണ് നിത്യജീവൻ പ്രാപിക്കുന്നത്. അവനിൽ വിശ്വസിക്കാത്തവന്, അവനെ രക്ഷകനായി തിരിച്ചറിയാത്തവന്, ദൈവമായി തിരിച്ചറിയാത്തവന്, അവനിൽ വിശ്വസിച്ച് ആശ്രയിക്കാത്തവന് രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് യേശു ഏകരക്ഷകനാണെന്ന് പറയുന്നത്. അടുത്ത കാലത്ത് എനിക്കുണ്ടായ ഒരു പ്രത്യേക അനുഭവം ഞാൻ പറയട്ടെ. ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ, പ്രത്യേകിച്ച് അച്ഛന്മാരുടെ ധ്യാനം നടക്കുമ്പോൾ അവിടെ പ്രസംഗിക്കാനും കൗൺസിലിങ്ങിനും കുമ്പസാരത്തിനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരവസരത്തിൽ ഞാനവിടെ ചെല്ലുമ്പോൾ വളരെ വരദാനങ്ങളുള്ള ഒരു ശുശ്രൂഷകയുമൊത്ത്, ഒരു സന്യാസിനിയായ സിസ്റ്ററുമൊത്ത് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ അവരൊരു ദർശനം കാണുന്നെന്ന് എന്നോട് പറഞ്ഞു. അച്ഛനെക്കുറിച്ചാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് കേൾക്കട്ടെ. അപ്പോൾ അവർ പറഞ്ഞതാണ്, ഈശോ അച്ഛൻ്റെ പുറകിൽ ഇങ്ങനെ തോളിൽ തട്ടിക്കൊണ്ട് മന്ദഹസിക്കുന്നു. എന്നിട്ട് ഈശോ പറയുന്നതായിട്ട് കേൾക്കുന്നു, എൻ്റെ അഭിഷിക്തർ ഇവനെ പോലെയാണ് സംസാരിക്കേണ്ടത് എന്ന്. ഒരുപക്ഷെ അല്പം അഹങ്കാരം എൻ്റെ ഉള്ളിൽ ഉണർന്നു, സന്തോഷം തോന്നി. പക്ഷെ എന്താണ് ഈശോ എന്തിനെക്കുറിച്ച്, എന്ത് പറഞ്ഞതിനെക്കുറിച്ചാണ് ഈശോ ഇങ്ങനെ പറയുന്നതെന്ന് അറിയാനുള്ള ആഗ്രഹം, പിന്നെ സിസ്റ്റർ പറഞ്ഞ എന്തുമാത്രം ശരിയാണെന്നൊക്കെ അറിയാനുള്ള ആഗ്രഹം. ഞാൻ ചോദിച്ചു, എന്ത് പറഞ്ഞതിനെക്കുറിച്ചാണ്, അല്ലെങ്കിൽ എവിടെ പറഞ്ഞതിനെക്കുറിച്ചായിരിക്കും ഈശോ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ ഞാൻ ഈശോയോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ആരോടെ ഇരുന്ന് അല്പസമയം കൂടെ സ്തുതിച്ച് പ്രാർത്ഥിച്ചിരുന്നിട്ട് പറഞ്ഞു, ഒരു മതസൗഹാർദ്ദ സമ്മേളനത്തിൽ വെച്ചാണ് അച്ഛൻ സംസാരിച്ചത്. വ്യത്യസ്തങ്ങളായ മതങ്ങളുടെ നേതാക്കന്മാർ ഇരിക്കുന്ന ഒരു വേദിയിലാണ് അച്ഛൻ സംസാരിച്ചത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നതാണ്, നോർത്ത് അമേരിക്കയിലെ ഫൊക്കാന സമ്മേളനം എന്ന് പറയുന്ന വലിയൊരു കൺവെൻഷനിലെ സമ്മേളനമുണ്ട്. എനിക്കൊരു വർഷം, അതായത് 2006 ഫൊക്കാന സമ്മേളനത്തിൽ എനിക്ക് ക്ഷണം കിട്ടിയിരുന്നു. അവിടെ നടക്കുന്ന റിലീജിയസ് സെമിനാറിൽ കത്തോലിസത്തെക്കുറിച്ച് ഒരു പേപ്പർ അവതരിപ്പിക്കാനായിട്ടൊരു അവസരം കിട്ടിയിരുന്നു. അങ്ങനെ ആ വേദിയിൽ ഞാൻ സംസാരിച്ചു. ആ വേദിയിൽ വ്യത്യസ്തങ്ങളായ മതങ്ങളുടെ ലോക നേതാക്കന്മാരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് യഹൂദ മതത്തിൻ്റെ അറിയപ്പെടുന്ന ഒരു നേതാവായ ഡേവിഡ് ഖേ എന്ന് പറയുന്ന റബ്ബായൊക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് സന്യാസിമാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇസ്ലാം പണ്ഡിതരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വളരെയേറെ അഭിമാനിച്ച് സന്തോഷിച്ചൊരു സമയമാണത്. കാരണം ഈശോയെക്കുറിച്ച് പറയാൻ എനിക്കൊരവസരം കിട്ടി അവിടെ. പക്ഷേ സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഫൊക്കാന സമ്മേളനത്തിൽ അച്ഛൻ സംസാരിച്ച കാര്യമല്ല, വേറൊരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു, ഇവിടെ വെച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ ഒരിക്കലും ഞാനിങ്ങനെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. പെട്ടെന്ന് അവർ വീണ്ടും പറഞ്ഞു, ആ സമ്മേളനത്തിൽ വെച്ച് അല്പം കശവിശ ഉണ്ടായല്ലോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, ശരിയാണ്, ഒരു മതസൗഹാർദ്ദ കേന്ദ്രത്തിൽ എനിക്ക് ക്ഷണം കിട്ടി. പ്രസംഗിക്കാനല്ല ക്ഷണം കിട്ടിയത്. അവിടെ വേദിയിൽ വ്യത്യസ്തങ്ങളായ മതങ്ങളുടെ നേതാക്കന്മാർ പ്രസംഗിക്കുന്നിടത്ത് ഇങ്ങനെ സദസ്സിലിരുന്ന് ആ പ്രസംഗം കേൾക്കാനായിട്ടുള്ള ഒരു ക്ഷണമാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ആ ക്ഷണം സ്വീകരിച്ച് ഞാൻ അവിടെ പോയിരിക്കുകയായിരുന്നു. അങ്ങനെ സംസാരിച്ചപ്പോൾ 3 വ്യത്യസ്തങ്ങളായ മതങ്ങളുടെ നേതാക്കന്മാർ സംസാരിച്ചു. ക്രിസ്തു മതത്തെ പ്രതിനിധീകരിച്ചും ഒരാൾ സംസാരിച്ചു, ഒരു സന്യാസി ഹൈന്ദവ മതത്തെ കേന്ദ്രീകരിച്ച് സംസാരിച്ചു. അവസാനം പ്രസംഗിച്ചത് ഇസ്ലാം മതത്തിൻ്റെ ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിലെ ആ വലിയ തീഷ്ണത എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്ത് തീഷ്ണതയോടാണ് ആ മനുഷ്യൻ സംസാരിച്ചത്. അദ്ദേഹം അവസാനം പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്, ഞാനിപ്പോഴും ഓർക്കുന്നു, ദൈവം പ്രവാചകന്മാരിലൂടെ സംസാരിക്കുന്നു, ദൈവത്തിൻ്റെ വെളിപാടുകൾ പ്രവാചകന്മാരെ അറിയിക്കുന്നു, പ്രവാചകന്മാരാണ് നമ്മളോടത് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നൂറ്റാണ്ടുകളിലൂടെ പല പ്രവാചകന്മാരിലൂടെ, അബ്രാഹാം നബിയിലൂടെയും മൂസാ നബിയിലൂടെയും ഈസാ നബിയിലൂടെയും എന്ന് പറഞ്ഞ് മുഹമ്മദ് നബിയിലൂടെയാണ് ദൈവം തൻ്റെ പ്രവചനം പൂർത്തിയാക്കിയത്. അപ്പം ദൈവം തൻ്റെ പ്രവചനം പൂർത്തിയാക്കിയത്
അന്ത്യപ്രവാചകനിലൂടെയാണ്. അതുകൊണ്ട് ഈ അന്ത്യപ്രവാചകനെ പിൻപറ്റാത്ത ആർക്കും രക്ഷയുടെ നൂൽപ്പാലം കടന്ന് സ്വർഗത്തിൽ എത്താൻ സാധ്യമല്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടുമായിട്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം നിർത്തി. അത്ര ശക്തമായൊരു പ്രഭാഷണമായിരുന്നത്. ആരെയും പിടിച്ചു കുലുക്കുന്ന തരത്തിൽ ആധികാരികമായിട്ടെന്ന പോലെയാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം സംസാരിച്ച് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായൊരു നിശബ്ദത. അപ്പോൾ പെട്ടെന്ന് സംഘാടകനായ ബഹുമാനപ്പെട്ട വൈദികൻ പറഞ്ഞു, ഇനി ഒരു 3 പേർക്ക് കൂടിയാൽ 2 മിനിറ്റ് വെച്ച് എന്തെങ്കിലും ഒന്ന് പറയണമെങ്കിൽ, പ്രതികരിക്കണമെങ്കിൽ അതിന് അവസരമുണ്ടെന്ന്. ഞാൻ ഉടനെ ചാടി എഴുന്നേറ്റു. കാരണം എനിക്ക് 2 വാക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു എൻ്റെ അവസ്ഥ. ഞാൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇവിടെ ഇപ്പോൾ പറഞ്ഞു നിർത്തിയ പ്രസംഗം എന്നെ ഏറെ സ്പർശിച്ചു. കാരണം അത്ര ആധികാരികതയോടെയാണ്, അങ്ങനെ ഒരു ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അദ്ദേഹത്തിനോട് എനിക്ക് ഒത്തിരി ആദരവ് തോന്നുന്നു. താൻ വിശ്വസിക്കുന്നതിനെ എത്ര ആധികാരികമായിട്ട് അവതരിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു, ആദരവ് തോന്നുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു കാര്യം ഇതാണ്: ദൈവം പ്രവാചകന്മാരിലൂടെ സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞു, പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിക്കുന്നു എന്നത് പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ പ്രവാചകന്മാരിലൂടെ സംസാരിക്കുന്നതിനേക്കാൾ ആധികാരികവും സത്യസന്ധവുമായിരിക്കും ദൈവം നേരിട്ട് ഇവിടെ ഇറങ്ങി വന്ന് സംസാരിച്ചാൽ. അങ്ങനൊരു സംഭവം ഈ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് യേശുക്രിസ്തു എന്ന വ്യക്തിയിലൂടെ സംസാരിച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് വിശ്വസിച്ച് എനിക്ക് അനുഭവമായിട്ടുണ്ട്. ആ വിശ്വാസത്തിന് അടിസ്ഥാനമുണ്ട്. അതുകൊണ്ട് അനേകായിരങ്ങളും ലക്ഷങ്ങളും വിശ്വസിക്കുന്നൊരു വിശ്വാസമാണിത്. അതുകൊണ്ട് പ്രവാചകനേക്കാൾ ആധികാരികത ദൈവത്തിന് തന്നെയാണ്. ദൈവം നേരിട്ട് സംസാരിക്കുന്നതിനാണ്. അതുകൊണ്ട് ഈ വിശ്വാസത്തെ ഇനിയും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയുകയും അതിൻ്റെ സാധുതയെ പരിശോധിക്കുകയും ചെയ്യണം. നിങ്ങൾക്കത് ശരിക്കും അന്വേഷിച്ചാൽ ഇത് സത്യമാണെന്ന് മനസ്സിലാവും. അത് സത്യമാണെന്ന് മനസ്സിലാക്കുന്നവർ ഒരു കാര്യം തിരിച്ചറിയും: യേശുക്രിസ്തുവാണ് ഏകരക്ഷകനെന്നും യേശുക്രിസ്തുവിനെ പിൻപറ്റാത്ത ആർക്കും പിതാവെങ്കിലേക്ക്, ദൈവത്തെങ്കിലേക്ക് കടന്നു പോകാൻ സാധ്യമല്ലെന്നും ആ സത്യം നിങ്ങൾക്ക് ബോധ്യമാകും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ഒരു ചെറിയ അബദ്ധം കൂടെ ഉണ്ടായി. എൻ്റെ കൂടെ വന്ന ഒരു 3-4 പേരുണ്ടായിരുന്നു. അവരവിടെ ഇരുന്ന് ചെറുതായിട്ടൊന്ന് കൈയടിച്ചു. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോഴേക്കും ഇതിൻ്റെ നടത്തിപ്പുകാരനായ ബഹുമാനപ്പെട്ട വ്യക്തി പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, ഫനിച്ചിക്കലച്ചൻ അവിടെ ഇരിക്കുന്നു പറഞ്ഞു, ഇവിടെ മതമൗലികവാദം പറയാനല്ല ഈ വേദി, ഇത് മതസൗഹാർദ്ദത്തിൻ്റെ വേദിയാണ്. അതുകൊണ്ട് ഇവിടെ മതമൗലികവാദം പറയാൻ പറ്റിയല്ല, ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരുന്നു. വേറെ ചിലരെന്നത്തേക്ക് അച്ഛൻ പറഞ്ഞത് പൂർത്തിയാക്കട്ടെ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പം തന്നെ 2 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ 2.5 മിനിറ്റ് എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്കൊന്നും പറയാനില്ല, ഞാനവിടെ ഇരുന്നു. ഈ സംഭവത്തെക്കുറിച്ചാണ് ഈ സിസ്റ്ററിലൂടെ ഈശോ വെളിപ്പെടുത്തിയത്. എൻ്റെ പുറകിൽ ഈശോ നിൽക്കുന്നതായിട്ടും അങ്ങനെ ഇങ്ങനെ സംസാരിക്കണമെന്ന് ഈശോ പറഞ്ഞതായിട്ടും. അപ്പം ഞാൻ ഓർക്കുകയായിരുന്നു, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവത്തെ ഈ സിസ്റ്ററിലൂടെ വെളിപ്പെടുത്തിയപ്പോൾ യേശു ഏകരക്ഷകനാണെന്നുള്ള പ്രമേയം എത്ര അധികമായ ആഴത്തിൽ പറയണമെന്ന് ഈശോ തന്നെ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സിസ്റ്റർ പറഞ്ഞു, അവിടെ ഒരു കശപിശ ഉണ്ടായില്ലെന്ന് ചോദിച്ചു. ഇതൊന്നും ഈ സിസ്റ്റർ അറിയാൻ ഒരു സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ കശപിശ ഉണ്ടായിരുന്നു. എനിക്കതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയത്, അല്ലെങ്കിൽ ഞാൻ മറന്നു കിടന്നൊരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം ഇതാണ്. ഏറ്റവും കൂടുതൽ ഈശോ പറയാൻ ആഗ്രഹിച്ച ഈ വിഷയം, യേശുവാണ് ഏകരക്ഷകൻ, യേശുവാണ് നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്ന, പ്രവൃത്തി ചെയ്ത വീണ്ടെടുപ്പുകാരൻ എന്ന ആ വലിയ സത്യം. ആ സത്യം എല്ലാവരും അറിയണം. അതുകൊണ്ട് ഈ സത്യം നമ്മൾ ആഴത്തിൽ അറിയണം. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടാകാം. വിശ്വസിക്കുന്നതെല്ലാം വേണ്ട പോലെ നമ്മൾ അറിയണമെന്നില്ല. അറിയാതെ നമുക്ക് വിശ്വസിക്കാം. അന്ധമായ വിശ്വാസങ്ങളെല്ലാം അറിയാതെയും വിശ്വസിക്കുന്നതാണ്. സത്യവിശ്വാസം എന്നത് അറിഞ്ഞ് വിശ്വസിക്കുന്നതാണ്. ഞാൻ ചോദിക്കുന്നു, ഒരാൾ എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക വിശ്വാസത്തിലാകുന്നത്? നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ 3 വ്യത്യസ്തങ്ങളായ മതങ്ങൾ ഇടകലർന്ന് ഇവിടെ അങ്ങനെ 3 വ്യത്യസ്തങ്ങളായ മതവിശ്വാസികളുണ്ട്. ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനി ആകുന്നതെന്ന് ചോദിച്ചാൽ, ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു പോയതുകൊണ്ട് ക്രിസ്ത്യാനിയാകുന്ന. ഒരു വ്യക്തി എന്തുകൊണ്ട് ഹിന്ദു ആയിരിക്കുന്നു? ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു പോയതുകൊണ്ടാണ് മിക്കവാറും ആയിരിക്കുന്നത്. അല്ലാത്ത ആരെങ്കിലും ഭാഗ്യത്തിന്
യേശു ഏകരക്ഷകനാണെന്നും യേശുവാണ് ദൈവമെന്നും തിരിച്ചറിയുന്നവർ വലിയൊരു ഭാഗ്യമാണ്, അവർക്ക് അത് ആ ഭാഗ്യം കിട്ടുന്നത്. ഇനിയും ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരെന്തുകൊണ്ട് വിശ്വസിക്കുന്നു? ഇസ്ലാം മതത്തിൽ ജനിച്ചു പോയതുകൊണ്ട് വിശ്വസിക്കാം. കാരണം ആ ഏത് മതത്തിൽ ജനിച്ചോ ആ മതത്തിലെ വിശ്വാസം സ്വീകരിക്കാം. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഒരു വ്യക്തിയിൽ വിശ്വാസം ലഭിക്കുന്നുണ്ട്. കാരണം വിശ്വാസം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വിശ്വാസം ഉണ്ടാകുന്നത് സമ്പർക്കത്തിലൂടെയാണ്. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നത് സമ്പർക്കത്തിലൂടെ. ഈ സമ്പർക്കം ഒരു കൊച്ചു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ തന്നെ, വിശ്വാസിയായ അമ്മയുടെ ഉദരത്തിലാണ് ഉരുവാകുന്നതെങ്കിൽ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ എന്തുണ്ടാകുന്നുണ്ട്? വിശ്വാസം ആ വ്യക്തിക്ക് ദാനമായി കിട്ടുന്നുണ്ട്. നമുക്കറിയാം, വിശ്വാസം, ശരണം, ഉപവി, ഇത് മൂന്നും ഇൻഫ്യൂസ്ഡ് വെർച്യൂസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. നിവേശിത പുണ്യങ്ങളാണ്. നിവേശിത പുണ്യങ്ങൾ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ദൈവം ദാനമായിട്ട് കൊടുക്കുന്നത്. അപ്പം ആരും ബുദ്ധി കൊണ്ട് ആലോചിച്ചെടുക്കുന്നതല്ല, ദൈവം ദാനമായിട്ട് കൊടുക്കുന്നതാണ്. ബുദ്ധി ഉള്ളത് കൊണ്ട് വിശ്വാസം ഉണ്ടാകണമെന്നില്ല. പക്ഷെ ബുദ്ധിയും റീസണിങ്ങും അല്ലെങ്കിൽ കാര്യകാരണ ചിന്തയും നമ്മളെ സഹായിക്കും, അത് ശരിയാണ്. പക്ഷെ വിശ്വാസം അതിനതീതമാണ്. ഫീദസ് തെറാസി എന്ന് പറയുന്ന ആ ചാക്രിക ലേഖനത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വളരെ മനോഹരമായിട്ട് ഈ വിശ്വാസത്തെയും വിശ്വാസത്തിൻ്റെ കാര്യകാരണ അടിസ്ഥാനത്തെയൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിക്ക് വിശ്വാസം എന്ന ദാനം സമ്പർക്കത്തിലൂടെ കിട്ടുന്നുണ്ട്. അത് പാരമ്പര്യ വിശ്വാസമാണ്. ഈ വിശ്വാസം വേണ്ട രീതിയിൽ പരിപോഷിപ്പിക്കപ്പെടുകയും വേണ്ട രീതിയിൽ ഓരോ വ്യക്തിയും ഈ വിശ്വാസത്തെ തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒരു ഹൈന്ദവ വിശ്വാസിയും അതുപോലെ തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. അതുപോലെ എല്ലാ മതക്കാരും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പാരമ്പര്യ വിശ്വാസത്തിന് നമ്മളെ രക്ഷിക്കാൻ കഴിയണമെന്ന് നിർബന്ധമല്ല. അതുകൊണ്ട് സത്യവിശ്വാസമാണെങ്കിൽ പോലും പാരമ്പര്യ വിശ്വാസത്തിന് അതീതമായിട്ട് നമ്മൾ ഈ വിശ്വാസത്തെ സ്വന്തമാക്കേണ്ടതുണ്ട്. ഇങ്ങനെ സ്വന്തമാക്കാനായിട്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അവസരം സുവിശേഷ പ്രഘോഷണം കേട്ടുകേട്ടിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പൗലോസ് റോമർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് 10-ാം അധ്യായത്തിൽ, ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നാണ്. അപ്പം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം എവിടെ കേട്ടിരിക്കുന്നോ അവിടെ കേട്ടിരിക്കുന്നവരിലേക്ക് ഈ പറയുന്ന വിശ്വാസം എന്ന മഹാദാനം ചൊരിയപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ജനിച്ചപ്പോൾ പാരമ്പര്യമായിട്ട് വിശ്വാസം കിട്ടാത്തവർ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വരാനുള്ള കാര്യം അതാണ്. അതോടൊപ്പം തന്നെ സമ്പർക്കവും പ്രധാനപ്പെട്ടാണ്. അങ്ങനെയുള്ളവരുടെ സമ്പർക്കം, അങ്ങനെയുള്ളവർ എപ്പോഴും ആ കൂട്ടായ്മയിലായിരിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, യേശുവാണ് ഏകരക്ഷകൻ, യേശു നമ്മളെ രക്ഷിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് അത് പറയുന്നത് എന്ന് നമ്മൾ അറിയണം. പറയാൻ കാരണം ഇതാണ്. രക്ഷ എന്ന് പറയുന്നത് എന്താണ്? രക്ഷ എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഗാഠമായൊരു ബന്ധത്തിൻ്റെ ഫലമാണ്. ഗാഠമായൊരു ബന്ധം ദൈവത്തോടുണ്ടാകണമെങ്കിൽ ആ ബന്ധത്തിന് സ്നേഹം എന്ന് പറയാം. നമുക്ക് സ്നേഹമാണ് ബന്ധമായി തീരുന്നത്. സ്നേഹം എപ്പോഴാണ് ബന്ധമായി തീരുന്നത്? ദൈവം നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. ആരെയും കുറച്ചോ ആരെയും കൂടുതലോ അല്ല, എല്ലാവരെയും കൂടുതലാണ് സ്നേഹിക്കുന്നത്. തൻ്റെ അമ്മയെ എന്തുമാത്രം ഈശോ സ്നേഹിച്ചോ അത്രയും നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈശോ ചോദിച്ചത്, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരങ്ങൾ? എൻ്റെ വചനം കേട്ട് പാലിക്കുന്നവരെല്ലാം എനിക്ക് അമ്മയല്ലേ, എനിക്ക് സഹോദരിയല്ലേ, എനിക്ക് സഹോദരനല്ലേ എന്ന് ചോദിക്കാൻ കാരണം അതാണ്. അപ്പം ദൈവത്തിന് തിരിച്ചു വ്യത്യാസമില്ല. ദൈവത്തിന് തിരിച്ചു വ്യത്യാസം ഉണ്ടെങ്കിൽ പിന്നെ എവിടെയാണ് നമുക്ക് നീതി കിട്ടുന്നത്? അതുകൊണ്ട് ദൈവം എല്ലാവരെയും ഒരുപോലെയാണ് സ്നേഹിക്കുന്നത്. പിതാവിൻ്റെ സ്നേഹവുമായിട്ടാണ് ഈശോ ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, എന്നെ കേൾക്കുന്നവൻ പിതാവിനെ കേൾക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ പിതാവിനെ സ്വീകരിക്കുന്നു, എന്നെ തിരസ്കരിക്കുന്നവനോ പിതാവിനെ തിരസ്കരിക്കുന്നു. അപ്പം അതുകൊണ്ട് അത്രമാത്രം യേശുവും പിതാവുമായി താതാത്മ്യപ്പെട്ട് കിടക്കുക. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി ആത്മാവിൻ്റെ പ്രവൃത്തിയാണെന്ന് പറയാൻ തക്ക വിധം. അപ്പം പിതാവും പുത്രനും പരിശുദ്ധാത്മാവാകുന്ന ത്രിത്വൈക ദൈവം വേർപെടുത്താനാവാത്ത രീതിയിൽ ത്രിത്വൈകമാണ്. അതുകൊണ്ട് എവിടെ പുത്രനുണ്ടോ അവിടെ പിതാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. എവിടെ പരിശുദ്ധാത്മാവുണ്ടോ അവിടെ പുത്രനുണ്ട്, പിതാവുണ്ട്. എവിടെ പിതാവുണ്ടോ അവിടെ പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തുവിലൂടെയാണ് പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗോചരമാകത്തക്ക രീതിയിൽ നമ്മൾ ദൈവത്തെ കാണുകയും അറിയുകയും ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നത് വരെ ദൈവത്തെ ആരും കണ്ടിട്ടില്ല. എന്നാൽ യേശുക്രിസ്തുവിലൂടെ ദൈവത്തെ നമ്മൾ കണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, ഞങ്ങൾ നേരിട്ട് കണ്ടതും സ്വന്തം കൈകൊണ്ട് സ്പർശിച്ചതും എന്നൊക്കെ പറഞ്ഞ ആ സാക്ഷ്യത്തിൻ്റെ ആ തീവ്രതയെക്കുറിച്ച് പറയാൻ കാരണം അതാണ്.
അപ്പോൾ അതുകൊണ്ട് യേശുവിലൂടെയാണ് ദൈവം വെളിപ്പെട്ടത്. അപ്പോൾ യേശുവിലൂടെ വെളിപ്പെട്ട ദൈവം തീർച്ചയായിട്ടും ഒരാളായിട്ടാണ് വെളിപ്പെട്ടത്. പലർക്കും ദൈവം ഒരു ചൈതന്യമാണ്, പലർക്കും ദൈവം ഒരു ശക്തിയാണ്, പലർക്കും ദൈവം അരൂപിയാണ്, സർവ്വവ്യാപിയാണ്. പക്ഷേ ദൈവം ഇതൊക്കെയാണ്. പക്ഷേ ദൈവം ഒരാളാണ്, ദൈവം ആളാണ്. ആളായതുകൊണ്ടാണ് എനിക്ക് ആ ദൈവവുമായിട്ട് ബന്ധം പുലർത്താൻ പറ്റുന്നത്. നമുക്ക് ഒരു ഐ ദ റിലേഷൻഷിപ്പ്, ഞാൻ നീ ബന്ധം, ആ ബന്ധമാണ് ഒരു വ്യക്തിയുടെ ആകത്തുക എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ആകത്തുക എന്ന് പറയുന്നത് എന്താ? ആ മനുഷ്യന് മറ്റു മനുഷ്യരുമായിട്ടുള്ള ബന്ധമാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന മനുഷ്യബന്ധം. ഇതാണ് ശരിക്കുള്ള ഒരു ആധ്യാത്മിക ജീവിതത്തിൻ്റെ ആകമാനം എന്ന് പറയുന്നത്, ആകത്തുക എന്ന് പറയുന്നത്. അപ്പം ദൈവവുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ടായാൽ സഹോദരങ്ങളുമായിട്ടുള്ള എൻ്റെ ബന്ധം, സൃഷ്ടികളുമായിട്ടുള്ള എൻ്റെ ബന്ധമെല്ലാം ഒരു പ്രത്യേക മാനം കൈക്കൊള്ളും. അപ്പം ആദ്യമായിട്ട് എനിക്ക് ദൈവവുമായിട്ടൊരു ബന്ധം ഉണ്ടാകണം. ദൈവവുമായിട്ട് ബന്ധം ഉണ്ടാകണം എന്ത് വേണം? അദൃശ്യനായ ദൈവത്തെ എനിക്ക് അങ്ങോട്ട് ചെന്ന് ബന്ധം പുലർത്താനായിട്ട് സാധ്യമല്ല. ദൈവം ഇങ്ങോട്ട് വന്ന് എന്നോട് ബന്ധം പുലർത്താൻ തയ്യാറായാൽ മാത്രമേ എനിക്ക് ദൈവമായിട്ട് ബന്ധം പുലർത്താൻ പറ്റുകയുള്ളൂ. യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്ന് മനുഷ്യനുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചിട്ടുള്ളത്. മുകളിലിരിക്കുന്നവന് താഴേക്ക് ഇറങ്ങി വന്ന് പിടികൊടുത്താൽ മാത്രമേ താഴെയുള്ളവനും മുകളിലുള്ളവനും സ്വീകരിക്കാനും പ്രാപിക്കാനും പറ്റുള്ളൂ. ഞാനൊരു സംഭവം ഓർക്കുന്നതാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് APJ അബ്ദുൽ കലാം അവർ ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന കാലത്ത്, രാഷ്ട്രപതിയായിരുന്ന കാലത്ത്, അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു സമ്മേളനത്തിൽ പങ്കുചേരാനായിട്ട് വന്നു. അദ്ദേഹം പ്രധാന വേദിയിൽ അലങ്കരിക്കപ്പെട്ട ഒരു വലിയ ചെയറിലിരിക്കുകയാണ്. ഈ സമയത്ത് അങ്ങ് ദൂരത്ത് ഒരു സ്കൂളിലെ കുറേ കുട്ടികൾ, ഈ കുട്ടികൾ അവിടെ അകലെ പ്രത്യേക യൂണിഫോമിൽ ഇരിപ്പുണ്ട്. മറ്റു പല സ്കൂളിലെ കുട്ടികൾ അടുത്തടുത്തടുത്ത് അവർക്കായിട്ട് നിയോഗിക്കപ്പെട്ട സ്ഥലത്തിരിപ്പുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് അവിടെ ഇരുന്നിട്ട്, അബ്ദുൽ കലാമിന് അവിടെ ഇരുന്നിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് ഈ കുട്ടികളുടെ അടുത്ത് പോകണം. അദ്ദേഹം ഒരാളെ അടുത്ത് നിന്ന് ഒരാളെ സെക്യൂരിറ്റി ആയിട്ട് വിളിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പം പോയാൽ ശരിയാകില്ല, പ്രോട്ടോക്കോളല്ല എന്നാണ്. പക്ഷെ പുള്ളി പിന്നെയും അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് ആരോടും പറയാതെ വേലിക്കെട്ടുകൾ ചാടിക്കിടന്ന് ഈ പിള്ളേരെ ഇരിക്കുന്നിടത്തേക്ക് ചെന്നു. കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം. അങ്ങ് ദൂരെ ആദരവോടും ആരാധനയോടും കൂടി നോക്കിയിരുന്ന വ്യക്തി ഇതാ തങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്നു, തങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്നു. കുട്ടികൾ ഓടിക്കൂടി. അപ്പോൾ അദ്ദേഹം അവരുമായിട്ട് സംസാരിച്ചു, കുശല പ്രശ്നങ്ങൾ നടത്തി. ചിലർക്കൊക്കെ ഏതാനും വിസിറ്റിംഗ് കാർഡൊക്കെ ഉണ്ടായിരുന്നു, എടുത്തു കൊടുത്തു. അങ്ങനെ അവർ നിർവൃതി അടഞ്ഞു. അദ്ദേഹത്തെ അവരെല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് വന്നു. കാരണം പ്രോട്ടോക്കോളിനെതിരായ ഒരു കാര്യമല്ലേ ചെയ്ത്, സെക്യൂരിറ്റിയൊക്കെ ബാധിക്കുന്ന കാര്യമല്ലേ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊന്ന് ചിന്തിക്കുക, ഈ വേദിയിൽ അലങ്കരിച്ച കസേരയിൽ വലിയൊരു ആരാധ്യപുരുഷനായിട്ടിരിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ഈ കുട്ടികൾക്ക് കടന്നു വന്ന് ഒരു ബന്ധം പുലർത്താൻ പറ്റും? ഒരിക്കലും പറ്റിയല്ല, ആരും അനുവദിക്കില്ല. അതേസമയം ഇദ്ദേഹം താഴോട്ട് ഇറങ്ങിച്ചെന്ന് കുട്ടികളുടെ ഇടയിൽ ചെന്ന് ഇരുന്നത് കൊണ്ട്, അവരോട് ഇടപെട്ടത് കൊണ്ട് അവർക്ക് ഒരു ബന്ധം പുലർത്താൻ സാധിച്ചു. അത് ദൈവവുമായിട്ട് നമുക്ക് ഇതുപോലെ തന്നെയാണ്. ദൈവവുമായിട്ട് നമുക്കൊരു ബന്ധം പുലർത്താൻ സാധിച്ചതിൻ്റെ ഏക കാരണം എന്താണ്? ദൈവം തന്നെയായ യേശു പിതാവിനോടുള്ള സമാനത മുറുകെ പിടിക്കാതെ ഈ ഭൂമിയുടെ നിസ്സാരതയിലേക്കും വേദനയിലേക്കും കഷ്ടപ്പാടുകളിലേക്കും ദുരിതങ്ങളിലേക്കും പീഡനങ്ങളിലേക്കും ഇറങ്ങി വന്ന് മനുഷ്യനോട് പറഞ്ഞു, ഇതാ ഞാൻ നിന്നെ തേടിയാണ് വന്നിരിക്കുന്നത്, ദുഃഖിക്കുന്ന മനുഷ്യനെ തേടിയാണ് വന്നിരിക്കുന്നത്, തകർന്ന മനുഷ്യനെ തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത്, പാവികളെ തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തമാണ്, നിങ്ങളുടെ ഒപ്പമാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഈ ഭൂമിയിലെ മനുഷ്യന് ദൈവത്തെ കാണാനും ദൈവത്തോടൊരു ബന്ധം സ്ഥാപിക്കാനും അത് കാരണമായി തീർന്നു. അതുകൊണ്ടാണ് യേശു ഏകരക്ഷകനെന്ന് പറയാനായിട്ട് ഒരു കാരണം. അപ്പം ദൈവവുമായിട്ടുള്ള മനുഷ്യൻ്റെ ബന്ധം യേശുക്രിസ്തുവിനോട് മാത്രമാണ്. എന്നോട് ബന്ധം പുലർത്താൻ എൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്നവനാണ്, എന്നെ തേടി വരുന്നവനാണ്, എന്നെ ഒരിക്കലും ഉപേക്ഷിക്കരുതെന്ന് ഉറപ്പ് നൽകിയവനാണ്. എൻ്റെ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ക്ഷമിച്ച് പുറത്ത് മാപ്പ് നൽകാൻ തയ്യാറായി നിൽക്കുന്ന, മാപ്പ് നൽകിക്കൊണ്ടിരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ എനിക്ക് രക്ഷയുണ്ട്, യേശുക്രിസ്തുവിന് തിരുസന്നിധിയിൽ എനിക്ക് അഭയമുണ്ട്. നമ്മളൊരു പാട്ട് പാടാറുണ്ട്, അഭയം അഭയം തിരുസന്നിധിയിൽ. അഭയം നമുക്ക് മറ്റ് എവിടെയുണ്ട്? വാസ്തവ ഞാൻ ചോദിക്കട്ടെ, വേറെ എവിടെയാണ് പാപിയെയും അതുപോലെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന മറ്റേത് സ്ഥലമാണുള്ളത്? ഏത് വ്യക്തിയാണുള്ളത്? ശത്രുവിനെയും സ്വീകരിക്കും, മിത്രത്തെയും സ്വീകരിക്കും, തന്നെ
തള്ളിപ്പറയുന്നവനെ സ്വീകരിക്കും, ഒറ്റിക്കൊടുക്കുന്നവനെ സ്വീകരിക്കും, ആരെയും ഉപേക്ഷിക്കാതെ എല്ലാവരെയും സ്വീകരിക്കുക, അഭയം കൊടുക്കുകയും ചെയ്യുന്ന, കുരിശ് തറച്ചിട്ടവരെയും നോക്കിക്കൊണ്ടെന്ന് പറയുന്നു, ഇവർ ചെയ്തെന്തെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെയും സ്വന്തമായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. അന്നത്തെ നിലവിലുള്ള നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലേണ്ടവരാണ് പാവനികളെ, അല്ലെങ്കിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവരൊക്കെ. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഈശോ എന്താ പറയുന്നത്? ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല, നീ എൻ്റെ സ്വന്തമല്ലേ, അതുകൊണ്ട് നിനക്ക് എൻ്റെ മുമ്പിൽ അഭയമുണ്ട്. അതുകൊണ്ടാണ് ആ സ്ത്രീ ഒറ്റങ്ങും വിട്ടുമാറാതെ പിന്നീട് യേശുവിൻ്റെ ഭക്തയായിട്ട് മാറിയത്. അപ്പം അത്രമാത്രം ആരെയും കൈവിടാതെ ഉപേക്ഷിക്കാതെ എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു ദൈവം, ഏകദൈവവും സത്യദൈവവും യേശുക്രിസ്തുവിൽ മാത്രമാണ് നമ്മൾ കാണുന്നത്. യേശുക്രിസ്തുവിൽ മാത്രമാണ് നാം ദൈവത്തെ ശരിക്കും അറിയുന്നത്. അതുകൊണ്ട് രക്ഷ എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഗാഠമായൊരു ബന്ധത്തിൻ്റെ ഫലമാണ്. ഈ ഗാഠമായ ബന്ധം എന്ന് പറയുന്നത് നമ്മളിലേക്ക് നിത്യജീവനായി തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തെ നാം വായിക്കുന്നു. ഏതാണ് ആ വാക്യം? ആർക്കും പറയാം? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. പ്രൈസ് ദി ലോർഡ്. അപ്പം നിത്യജീവൻ എന്ന് പറയുന്നത് എന്താണ്? ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നാണ്. കാരണം എന്നറിയോ? യേശുവിനെ അറിയാതെ ദൈവത്തെ അറിയാൻ പറ്റില്ല. കാരണം എന്താ? യേശുവിനോട് മാത്രമാണ് ദൈവം തന്നെ പൂർണ്ണമായിട്ടും വെളിപ്പെടുത്തിയത്. 2-ാം വത്തിക്കാൻ സുനദോസ് പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ മതങ്ങളിലും ദൈവത്തെക്കുറിച്ചുള്ള സത്യത്തിൻ്റെ അംശങ്ങളും സ്ഫുലിംഗങ്ങളും രശ്മികളും ഉണ്ട്, ഒരു സംശയമില്ല. പക്ഷേ യേശു എന്ന ആളിൽ മാത്രമാണ് ദൈവം ഒരാളായി നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തപ്പെട്ടത്. യേശുവിനെ കാണുന്ന ഒരാൾക്ക് മാത്രമേ, ചരിത്രത്തിലെ യേശുവിനെ കാണുന്ന ഒരാൾക്ക് മാത്രമേ ദൈവത്തെ കാണാനും മനസ്സിലാക്കാനും സാധ്യമാകും. അപ്പൊ അറിയാത്ത ഒരാളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? അറിയാത്ത ഒരാളെ സ്നേഹിക്കാൻ പറ്റില്ല. അറിയുന്ന ഒരാളെ മാത്രമേ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അപ്പൊ യേശു ക്രിസ്തുവിലൂടെ എന്നെ സ്നേഹിച്ച എൻ്റെ ദൈവത്തെ ഞാൻ അറിയുമ്പോൾ എനിക്ക് തിരിച്ച് ആ ദൈവത്തെ സ്നേഹിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി പോവാണ്. സ്നേഹം എപ്പോഴും പ്രതിസ്നേഹം ഉണ്ടാക്കും. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ എന്നെ സ്നേഹിച്ചാൽ, എന്നെ പരിഗണിച്ചാൽ, അറിയാതെ ഞാൻ ആ വ്യക്തിയെ തിരിച്ച് സ്നേഹിക്കും, അറിയാതെ ഞാൻ ആ വ്യക്തിയെ തിരിച്ച് പരിഗണിക്കും. അത് സ്നേഹത്തിൻ്റെ ഒരു ഔഭാഗ്യമായ സ്വഭാവമാണ്. അങ്ങനെയാണെങ്കിൽ പാപിയും ബലഹീനനും നിസ്സാരനുമായ എന്നെ എൻ്റെ ദൈവമായ യേശു പരിഗണിക്കുകയും സ്വീകരിക്കുകയും എന്നോട് ക്ഷമിക്കുകയും പൊറുക്കുകയും മാപ്പ് നൽകുകയും എന്നെ സ്വന്തമാക്കുകയും ചെയ്യുമ്പോൾ, അത് ഞാൻ തിരിച്ചറിയുമ്പോൾ എനിക്ക് ആ ഈശോയുടെ സ്നേഹവും ബന്ധവും കടപ്പാടും ഉണ്ടാകും. ഇതാണ് വാസ്തവ സ്നേഹം, അല്ലെങ്കിൽ ഇതാണ് രക്ഷ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്നേഹത്തിന്റെ അനുഭവമാണ് നിത്യജീവന്റെ അനുഭവം എന്ന് പറയുന്നത്. അപ്പൊ ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. അപ്പൊ അറിവ് എന്തായിത്തീരുന്നു? നിത്യജീവനായി തീരുകയാണ്. അത് പ്രതിസ്നേഹമായി, വിശ്വാസമായി, അത് സമർപ്പണമായി, അത് നിത്യജീവനായിട്ട് തീരുകയാണ്. അപ്പൊ അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കേണ്ടത്, യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ദൈവത്തെ പ്രഘോഷിക്കേണ്ടത് ഒരു പ്രഘോഷകന്റെ കടമയാണ്. അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെ ഒരു പ്രമേയം വളരെ പറയേണ്ട ഒരു വേദിയിൽ പറഞ്ഞപ്പോൾ അവിടുന്ന് അത്രമാത്രം സന്തോഷിച്ചതായിട്ട് കാണാനായിട്ട് ഇടയായത്. അതിനെ അടുത്ത കാലത്ത് ഒത്തിരി ഈ ഒരു അതെന്നെ ഉണർത്തുകയുണ്ടായി. എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം അധികം സുവിശേഷ പ്രഘോഷണമായിട്ട് ഇറങ്ങി പുറപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എങ്കിൽ പോലും സമയം കണ്ടെത്തി ഞാൻ വീണ്ടും നേരത്തെ ഞാനായിരുന്ന ആ മേഖലയിൽ ഒന്നുകൂടെ സജീവമാകാനായിട്ടുള്ള പ്രചോദനത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആഴത്തിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് യേശുവിനോട് വെളിപ്പെട്ട ദൈവം. അടുത്ത ക്ലാസ്സിൽ കൂടുതലായിട്ട് യേശുവാണ് ഏകരക്ഷ എന്നുള്ള സത്യം കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ ധ്യാന വിഷയമാക്കുകയും യേശുവിനെ ഏകദൈവവും ഏകരക്ഷകനുമായി തിരിച്ചറിയുകയും കൂടുതൽ ആഴത്തിൽ സമർപ്പിക്കാൻ ഇടയാകുകയും ചെയ്യാൻ നമുക്ക് കഴിയട്ടെ.